ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലെ കഴിഞ്ഞിടത്ത് തന്നെ സുധി നമ്മുടെ സ്വാമിജിയോട് ഡിഗ്രിയും ക്വാളിഫിക്കേഷൻസും സ്വാമിജി പറഞ്ഞിട്ട് ആരൊക്കെ നന്നായി, അതിൻ്റെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സുധി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സ്വാമിജിക്ക് ഏകദേശം ഇവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവൻ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ബ്രോ ആണെങ്കിൽ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക, സ്വാമിജിയുടെ ശാപം കിട്ടാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ സുധി പറയും, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോദിക്കും. ഒന്ന് പറയൂ, എത്രയുണ്ട്, എത്ര ആൾ നന്നായി എന്നൊക്കെ പറയാൻ വേണ്ടി പറയും. എന്നിട്ട് സ്വാമിജി പറയും, ഇതാണ് പ്രശ്നം. ഇദ്ദേഹം എവിടെയും ജയിക്കാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ വായ തന്നെയാണ്. ആദ്യം വായ അടച്ചു വെക്കാൻ പഠിക്കണം. അടച്ചു വെക്കേണ്ടിടത്ത് അടച്ചു വെക്കുക തന്നെ ചെയ്യണം. വലിയ പഠിപ്പുണ്ട് എന്നുള്ളൊരു അഹങ്കാരം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ തലയിൽ അതുണ്ട്. ആദ്യം അത് തലയിൽ നിന്ന് ഇറക്കി വെക്കണം, എന്നെങ്കിലേ നന്നാവുള്ളൂ എന്നൊക്കെ പറയണം. എന്നിട്ട് വായി ഇങ്ങനെ പൊത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രോ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പറയും, സംഭവം എൻ്റെ പ്രശ്നം, വായി പൊത്തി പിടിച്ചാൽ ഞാൻ എങ്ങനെ എൻ്റെ പ്രശ്നങ്ങൾ സ്വാമിജിയോട് പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാമിജി പറയും, നീ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. കുറേ ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു, പക്ഷെ ഒന്നും ശരിയായില്ല. നിൻ്റെ പഠിപ്പിനത്തൊരു ജോലി കിട്ടിയില്ല, ഒന്നും ശരിയായില്ല. ഇപ്പം നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അതിനാണെങ്കിൽ പോകാൻ സമ്മതിക്കുന്നുമില്ല, കഴിയുന്നുമില്ല. അതല്ലേ ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയും. അപ്പോൾ സുധി, ഞാൻ പറയാതെ ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട്, പോയി പിച്ചി എടുക്കുക എന്നിങ്ങനെ പറയും. കുറച്ചിങ്ങനെ ഭസ്മൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി പിച്ചി എടുക്കുക നീ എന്നിങ്ങനെ പറയും. എന്നിട്ട് അപ്പം തന്നെ സുധി, പിച്ചി എടുക്കാനാണോ ഞാൻ 7 ഡിഗ്രിയൊക്കെ പഠിച്ചത്, ഇതിനാണോ പിച്ചി എടുക്കാണ്ടിരിക്കാനല്ലേ നമ്മൾ നോക്കുന്നത്, ജോലിക്ക് വേണ്ടി നോക്കുന്നത്, അതിനല്ലേ നോക്കുന്നതെന്ന് പറയും. എന്നിട്ട് സ്വാമിജി പറയും, ഇതാണ് പരിഹാര കർമ്മം, പിച്ചി എടുക്കുക. ഇന്ന് വൈകുന്നേരം 6 മണി വരെ ഒരു അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് പിച്ചി എടുക്കുക. അതുവരെ ഈ 6 മണി വരെ പിച്ചി എടുക്കുന്നത് വരെ ഒരു പച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അതുവരെ 6 മണി വരെ പിച്ചി എടുത്തിട്ട് ആ പൈസ ആ ഭണ്ഡാരത്തിൽ, ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു കോടീശ്വരനാവും, അതിനുശേഷം നിങ്ങൾ വലിയൊരു നിലയിലെത്തും എന്നിങ്ങനെ പറയും. പക്ഷേ ഇതൊന്നും സച്ചിക്ക് ദേഷിച്ചില്ല. പിച്ചി എടുക്കാൻ എന്താ ഈ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അതാണ് പരിഹാരം, പോയി ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുന്ന ഇങ്ങനെ പറയും. എന്നിട്ട് ബ്രോ ഇങ്ങനെ പുറത്ത് കൂട്ടിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് സുധി പറയും, ഇതാണോ പിച്ചി എടുക്കാനാണോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ചോദിക്കും. അപ്പം ബ്രോ പറയും, കാനഡയിലേക്ക് പോകണ്ടേ, കാനഡയിലേക്ക് പോകണമെങ്കിൽ ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇന്നൊരു ദിവസത്തെ ഇതിന് ഒന്ന് പിച്ചെടുത്തിട്ട് അവിടെ ഇതാക്കുക, കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല, ഇന്നൊരു ദിവസം സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി പറയും കേട്ടോ സ്വാമിക്ക്. അപ്പോൾ ആകെ 100 രൂപയേ ഉള്ളൂ, അതും കൂടെ കൊടുത്തില്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ പിച്ചെടുക്കാൻ വേണ്ടി, ഒരു വേഷമൊക്കെ മാറ്റിയിട്ട് നമുക്ക് പിച്ചെടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ബ്രോ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ ഓട്ടോയിൽ കൊണ്ടുപോയി വിടും. എന്നിട്ട് ഓട്ടോ കാശ് കൊടുക്കാൻ പറയുമ്പോൾ സുധി പറയും, എൻ്റെ കയ്യിലില്ല, ബ്രോ തന്നെ കൊടുക്കുന്ന പറഞ്ഞിട്ട് അവന് കൊടുക്കാൻ വേണ്ടി പറയും. എന്നിട്ട് പറയും, പിച്ചെടുത്ത കാശ് ആദ്യം എനിക്ക് തരണം, എന്നിട്ട് മതി ക്ഷേത്രത്തിലൊക്കെ ദൈവത്തിനൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ പറയും, ഈ ഓട്ടോ കാശ് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബ്രോ വേഗം ഒരു സ്ഥലത്തേക്ക് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട്, ഈ വേഷങ്ങളൊക്കെ മാറി, ഇത് വാടകയ്ക്ക് എടുത്തതാണ്, ഈ വേഷം വാടക എടുത്താന്ന് പറയും. എന്നിട്ടൊരു ലുങ്കിയും കീറിയ ബനിയനും ഒക്കെ കൊടുക്കും. എന്നിട്ട് കരിയൊക്കെ കുറച്ചൊരു ചെറിയൊരു കാര്യം കൂടിയിട്ട് ഇവിടെ ഇരിക്കുമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് പാറക്കല്ല ഇരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ സുധി പറയും, എന്ത് AC റൂമിൽ തിരിയുന്ന കസേരയിൽ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരിക്കാനെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ബ്രോ പറയും, അവിടെ ഇരിക്കുക തൽക്കാലം എന്ന് പറയും. എന്നിട്ട് കുറച്ച് കരിയൊക്കെ മുഖത്ത് തേക്കും, മുടിയിൽ മണ്ണൊക്കെ തേക്കും, ആ കാലം പോലാക്കും. അപ്പോൾ കാലിലും കൈക്കും ഒക്കെ കരിവാരി തേക്കും കേട്ടോ. മൊത്തത്തിലാകും വേഷമൊക്കെ അങ്ങ് മാറും. എന്നിട്ട് അവിടെ പോയി ഇരുത്തും സുധിയെ. പോയി പൈസ ആക്കിയിട്ട് വന്നിട്ട് അവിടെ പോയിട്ട്, അവിടെ ഓൾറെഡി മൂന്നാളായിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് 6 ആൾ ഓൾറെഡി ഉണ്ട്. അവിടെ പോയി നടുക്കിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ പറയും, ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, നീ ഏതാ, ഇവിടെ അല്ലെങ്കിൽ തന്നെ കുറേ ആളാണ്, ഇത് നമ്മളുടെ യൂണിയനിൽ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ സുധി ചോദിക്കും, നിങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, യൂണിയനൊക്കെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് സുധി ഇങ്ങനെ പറയും, അത് പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഞാനുണ്ടാവില്ല, നാളെ ഞാനുണ്ടാവില്ല, ഇന്ന് ഒരു സ്വാമിജി പറഞ്ഞിട്ട് ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണെന്ന് ഇങ്ങനെ സുധി പറയും. ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിക്ക്, നാളെ നിങ്ങൾ തന്നെ എടുത്തോന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അവർ പറയും, അപ്പോൾ അവർ സമ്മതിക്കും, ഇന്നൊരു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നോ, നാളെ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. എന്നിട്ട് ഇങ്ങനെ അമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങും. അപ്പോഴത്തെ ആൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, കുറച്ച് നല്ലൊരു ഇതിൽ വിളിക്കുക, യാചിക്കുന്ന പോലെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെയൊക്കെ വിളിക്കും. എന്നിട്ട് ഒരു സ്ത്രീ പൈസ ഇട്ട് കൊടുക്കും. അതൊക്കെ ഇങ്ങനെ നോക്കും, അതൊക്കെ സീനിൽ ഇങ്ങനെ കാണും. എന്നിട്ട് വയ്യ വിശക്കുന്നു ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ, അതിനെന്താ ഫുഡ് ഓർഡർ ചെയ്താൽ പോലെ എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഫോണോ എന്നിങ്ങനെ. അപ്പോൾ അയാൾ പറയും, ഇത് ചെറിയ ഫോൺ, വലിയ ഫോൺ വീട്ടിലുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ അവൻ ഞെട്ടും കേട്ടോ സുധി. എന്നിട്ട് അവർ ഫുഡ് സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ.
എന്നിട്ട് അത് വന്നിട്ട് കൊണ്ട് കൊടുക്കും. അപ്പോൾ അയാൾ പറയും വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും എനിക്കും കൂടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഫുഡ് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവർ നമ്മുടെ ബ്രോ വിളിക്കും. ബ്രോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിക്കും എന്തായി കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതി പറയും ഇത്ര സമയം അവിടെ ഇരിക്കലായിരുന്നു, കുറച്ചൊക്കെ കിട്ടി, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക, വിശന്നിട്ട് എനിക്ക് അവർ വാങ്ങിച്ചു തന്നൊക്കെ പറയും. അപ്പോൾ ബ്രോ പറയും ഇതെന്താന്ന് കഴിക്കാൻ പാടില്ലെന്ന് സ്വാമിജി പറഞ്ഞിട്ടില്ലേ, ഒന്നും ഓർമ്മയില്ല, ഒന്നും കഴിക്കണ്ട, പോയിട്ട് പണിയെടുത്താട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ശ്രുതി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്നിട്ട് അതവിടെ കഴിയും. ഇപ്പം കാണിക്കുന്നത് രേവതി സച്ചിയെ വിളിക്കും അമ്പലത്തിൽ പോകുന്നതെന്നുള്ള കാര്യം പറയാൻ വേണ്ടി. അപ്പോൾ സച്ചി ഫോൺ എടുക്കില്ല, വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് രേവതി വേഗം അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ആ അമ്പലത്തിൽ തന്നെ പോകും. ശ്രുതി എവിടെയാണുള്ളത് ആ അമ്പലത്തിൽ പോകും. എന്നിട്ട് രേവതി അപ്പുറത്തെ സൈഡിൽ, ശ്രുതി ഇല്ലാത്ത അപ്പുറത്തെ സൈഡിൽ എല്ലാവർക്കും ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും. ശ്രുതി ഇവളെ കാണും കേട്ടോ, രേവതിയെ വരുന്നത് തന്നെ കാണും. എന്നിട്ട് ഇങ്ങനെ തോർത്തൊക്കെ മൂടി നിൽക്കും. ഇവളെന്നെ കണ്ട പ്രശ്നമാണ്, വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയും, നാണം കെടും എന്ന് പറഞ്ഞിട്ട് തോർത്തിങ്ങനെ മൂടി നിൽക്കും. ഇപ്പം രേവതി കണ്ടിട്ടില്ല. ഇനി അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. താങ്ക് യു സോ മച്ച്.